കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ ഈ 3 പേരിൽ ആര് തന്നെ മുഖ്യമന്ത്രിയായാലും എങ്ങനെയായിരിക്കും അവരുടെ ഭരണം ഉണ്ടാവുക എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ നടത്തി. എൻ്റെ ചെറിയൊരു ഉത്തരവാണ്. നിങ്ങൾക്കിതിനോട് യോജിക്കാം, വിയോജിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ, രമേശ് ചെന്നിത്തല നമുക്കറിയാം, അദ്ദേഹം ഒരു പഴമയും പാരമ്പര്യവും ഒക്കെ കൊണ്ട് നടക്കുന്ന ആ ഒരു പൊളിറ്റിക്സിൻ്റെ ഉടമയാണ്. പഴയ ഭരണരീതികളായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുക. അഥവാ പിണറായി വിജയൻ എന്ന് വെച്ചാൽ അവരൊരു ജനറേഷൻ്റെ പ്രശ്നമാണ്. അവർ കുറച്ച് സീനിയറാണ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടും അത്തരത്തിലുള്ളതും ആഴത്തിലുള്ളതും അതുപോലെ തന്നെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചൊക്കെ കൊണ്ട് നടക്കുന്ന ആ ഒരു രീതിയൊക്കെ ആയിരിക്കും. നമ്മൾ ഒറ്റവാക്കിൽ അദ്ദേഹത്തിൻ്റെത് എങ്ങനെ എന്ന് പറഞ്ഞാൽ പഴയ ഭരണരീതികളായിരിക്കും. സാമുദായിക സമവാക്യങ്ങൾക്ക് മുൻഗണനയുണ്ടാകും. പൊതുവേ ഇപ്പോഴത്തെ ജൻസി പിള്ളേർക്കൊന്നും അത്തരം സമവാക്യങ്ങളൊന്നും വേണ്ട, അല്ലെങ്കിൽ താല്പര്യമില്ല. അതില്ലാത്ത വി.ഡി. സതീശനെ പോലെയുള്ള ആളുകളാണ് നല്ലതെന്നൊക്കെ തോന്നും. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം കൂടിയാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ. പൊതുവേ അത് സാമുദായിക സമവാക്യം എന്ന് പറയുന്നതൊക്കെ ഒരു പരിധിവരെ, അതിനപ്പുറത്തേക്ക് പോകുന്നതൊക്കെ കഴിക്കും. പൊതുവേ ഇത് കഴിക്കുമെങ്കിലും അത് കേരളത്തിന് ഗുണകരമാണ്. സമുദായ സമവാക്യങ്ങളും നേതാക്കളുമായിട്ടുള്ള കൂടിയുള്ള ആലോചനകളുമൊക്കെ എന്നാണ് നമുക്ക് തോന്നുന്നത്. മറ്റൊന്ന്, മുന്നണികൾക്കിടയിൽ പരസ്പര ബഹുമാനം ഉണ്ടാവും. ലീഗാവട്ടെ മറ്റ് കക്ഷികളാവട്ടെ അവരൊക്കെയായിട്ട് ആ കാലങ്ങളായിട്ട് തുടർന്ന് വന്ന, അല്ലെങ്കിൽ അവരൊക്കെയായിട്ട് മുൻപും അതാത് ബോഡികളിൽ ഇരുന്ന പരിചയമുള്ള ഒരാളാണ് ചെന്നിത്തല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം അത് ആ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മുന്നണിയിലെ കക്ഷികൾക്കൊക്കെ ഉണ്ടാകും. പാർട്ടി പ്രവർത്തകർ ഹാപ്പിയാകും. രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൻ്റെ വക്താവൊക്കെ ആയിട്ട് ഐ ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിന്നിരുന്നെങ്കിൽ പോലും, പക്ഷേ അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമുന്നത നേതാവാണ്. അത് ഗ്രൂപ്പുള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ ആ വിഷയത്തിൽ തർക്കമില്ല എന്നതും ഒരു കാര്യമാണ്. മറ്റൊന്ന്, കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ പലപ്പോഴും പല ഘടകങ്ങളിൽ പല ആളുകൾ പിടിമുറുക്കാറുണ്ട്. അതിൻ്റെയൊക്കെ വിവാദങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വന്നാൽ ഒരുപക്ഷെ ബാഹ്യശക്തികളുടെ പിടിമുറുക്കൽ ഒക്കെ ഉണ്ടായേക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്നാണ്, അദ്ദേഹത്തെ വിട്ടൊഴിയാതെ വിവാദം പിന്തുടരും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ലഘൂകരിക്കാനും കൊച്ചാക്കി കാണിക്കുവാനും ഒക്കെയുള്ള വലിയ ശ്രമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം വലിയ ട്രോളുകൾക്കും ആക്രമണങ്ങൾക്കും വിധേയമായി. എന്നാൽ വി.ഡി. സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇതെല്ലാം മറന്നുകൊണ്ട് രമേശ് ചെന്നിത്തല വാഴ്ത്തപ്പെട്ടവനും ആക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ തരത്തിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ട്രോൾ മഴയായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ രൂക്ഷമായ പ്രതിപക്ഷ ആക്രമണത്തിന് അദ്ദേഹം വിധേയമാകുമെന്നുള്ളതാണ്. പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വികസനം പഴയ രീതികളിലൂടെ ആയിരിക്കും അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ നേരത്തെ ആദ്യത്തിൽ തന്നെ പറഞ്ഞു, അവരൊരു കുറച്ച് സീനിയറാണ്, പ്രായാധിക്യമുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ അവരുടെ കാഴ്ചപ്പാടുകളുമൊക്കെ ആ ഒരു തരത്തിലുള്ളതായിരിക്കും. പിന്നെ അദ്ദേഹത്തിന് വികസന രംഗത്ത് ചില പരീക്ഷണങ്ങളൊക്കെ അവർക്ക് നടത്തിക്കൂടായ്മയില്ല. പുതിയ കാലഘട്ടത്തിലേക്ക് അദ്ദേഹത്തിന് ടീമുകളൊക്കെ പുതിയ കാലഘട്ടത്തിലുള്ളതായിരിക്കും. പക്ഷേ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുമെന്നാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ ഏത് കാര്യങ്ങൾക്ക് പിറകിലും അദ്ദേഹത്തിൻ്റെ പിറകെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതൊക്കെയാണ് രമേശ് ചെന്നിത്തലയിൽ നമ്മൾ കാണുന്നൊരു കാര്യം. ഇനി നമ്മൾ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും നോക്കാം. കെ.സി. വേണുഗോപാൽ അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ മാനസപുത്രനാണ്. ദേശീയ തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള ആളാണ്. ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ നടപ്പിലാക്കാൻ രാജ്യമൊട്ടുക്കും ആളുകളുള്ള ആളാണ്. കോർപ്പറേറ്റ് ഭീമന്മാരുമായിട്ടൊക്കെ ബന്ധങ്ങളുള്ള ആളാണ്. അങ്ങനത്തെ ഒരാൾ ഇവിടേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അദ്ദേഹം പൊതുവെ പറയാം, അത്ര വലിയ പ്രായമുള്ള വി.ഡി. സതീശനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ പ്രായമുള്ള ആളൊന്നും അല്ല ഈ കെ.സി. വേണുഗോപാൽ. എങ്കിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. ഒരുപാട് പുതിയ പദ്ധതികൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയും. പിന്നെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലേക്കുള്ള പല ഐഡിയകളും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലം തന്നെ നോക്കുക, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളോടൊക്കെ കോൺഗ്രസ്സിനകത്ത് പ്രശ്നക്കാരായിട്ട് വന്ന ആളുകളുണ്ട്. അതിൽ ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നു. വിമതനായിട്ട് മത്സരിക്കുന്ന ആളുകളുടെ തോളിൽ കൈയിട്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ അവരോട് പിന്മാറണമെന്നൊക്കെ നേരിട്ട് ആവശ്യപ്പെടുന്നത്, ഇതൊക്കെ ഒരു അടച്ചിട്ട മുറിക്കുള്ളിൽ മാത്രം നടന്നിരുന്ന ചില കാര്യങ്ങൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ഒരു ശൈലിയൊക്കെ അദ്ദേഹത്തിന് പലതും സാധിക്കുമെന്നതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജാണ്. മറ്റൊന്ന്, പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഹാപ്പിയാക്കും. ഇപ്പോഴുള്ള തർക്കമൊന്നും വലിയ കാര്യമാക്കാൻ
കളിയാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രീതികളിലൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ആ, ഒന്നാമത് പാർട്ടിയും MLA മാരും പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. പിന്നെ ഘടകകക്ഷി അദ്ദേഹത്തിൻ്റെ ഒരു മെയ് വഴക്കമുണ്ട്. ഏത് ആളുകളെയും കൂട്ടിപ്പിടിക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ, വിമതനായിട്ട് നിന്ന ആളുടെ തോളിൽ കൈയിട്ട് അവരോട് സംസാരിക്കാനൊക്കെയുള്ള ആ ഒരു കഴിവ് പോലെ തന്നെയുള്ളൊരു കഴിവ് ഈ ഘടകകക്ഷികളൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൽ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്. മറ്റൊന്നാണ് ഈ സാമുദായിക കക്ഷികൾ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാമുദായിക കക്ഷികളെക്കുറിച്ച് പറയാറുണ്ട്. ഇതേ സാമുദായിക കക്ഷികൾ ഈ KC വേണുഗോപാലിൻ്റെ കാര്യത്തിലും ഹാപ്പി ആയിരിക്കും. അവർ കൃത്യമായിട്ട് തന്നെ അവരൊക്കെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നല്ല ഭരണം ഉണ്ടാകും. ഭരണത്തിൻ്റെ നമുക്ക് അങ്ങനെ ഒരു ആശങ്കയൊന്നും വേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് നല്ല ടീമുണ്ട്, പരിചയമുണ്ട്, ബന്ധമുണ്ട്, അദ്ദേഹത്തിന് പല തരത്തിലുള്ള മറ്റ് കഴിവുകളുമുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തുകയും രാഷ്ട്രീയമായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും എന്നതാണ്. വികസന രംഗത്ത് കേരളത്തിന് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഒന്ന് പാർലമെൻറ്റിലേക്കും മറ്റൊന്ന് അദ്ദേഹത്തിന് തന്നെ 6 മാസം കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട നിയമസഭയിലേക്കും 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരും. അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ അഭിമുഖീകരിച്ച് ഇരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി കാര്യങ്ങൾ എന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അങ്ങനെ വലിയ പ്രത്യാഘാതമൊന്നുമില്ല. ഇപ്പോഴത്തെ വികാരങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ അതങ്ങ് കട്ടടങ്ങുക തന്നെയായിരിക്കും സാധ്യത. ഇനി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു നീക്കമൊക്കെ ഏതെങ്കിലും കോണുകളിലൊക്കെ ഉണ്ടായാൽ അത് ഈ തെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതൊക്കെ കേവലം കോൺഗ്രസ് പാർട്ടി മാത്രമായിരിക്കില്ല. അതിന് മുകളിൽ വലിയ നിരീക്ഷകരുണ്ടാവും. ഹൈക്കമാൻഡിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ടാവും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നേരിട്ട് നടത്തുന്നൊരു തിരഞ്ഞെടുപ്പായിരിക്കും. ആ അർത്ഥത്തിലൊക്കെ അത്തരം ആശങ്കകൾക്കൊന്നും വകയില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഇനി VD സതീശൻ, എല്ലാവരും ഇപ്പോൾ കേരളത്തിനകത്ത് എല്ലാ ആളുകളും, ഭൂരിപക്ഷം ആളുകളും VD സതീശന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പട നയിച്ചവൻ പടനായകനാവട്ടെ എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞുപോയ പ്രതിഷേധങ്ങളിലും പോസ്റ്ററുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ VD സതീശൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അദ്ദേഹത്തിനൊരു ജെൻസി ഒരു പിന്തുണ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ തലമുറയുടെ അങ്ങനെ ഒരു മാറ്റം. ഇപ്പം ജീൻസ് ധരിക്കുന്ന, നൈക്കിൻ്റെ ഷൂ ധരിക്കുന്ന, ജീൻസും ടീഷർട്ടും ഒക്കെ ധരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ട്രക്കിങ്ങിന് പോകുന്ന ഒരു VD സതീശൻ, പുസ്തകം വായിക്കുന്ന VD സതീശൻ, ഒരുപാട് കാഴ്ചപ്പാടുകൾ, തലമുറയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇനി എതിരാളികളോടാണെങ്കിൽ പോലും ഫൈറ്റ് ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ പറയുന്ന, 6 മാസം മുമ്പ് ഒരു ഏഷ്യാനെറ്റിൻ്റെ ഓൺലൈനിൽ 63 സീറ്റുകൾ നേടുക എന്നൊരു പദ്ധതി ഹൈക്കമാൻഡിന് സമർപ്പിച്ചു. ഇന്നിപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ 63 കൃത്യമായ സീറ്റുകൾ കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തൊരു VD സതീശൻ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരും എന്ന് സധൈര്യം മറ്റൊരു നേതാവും പ്രഖ്യാപിക്കാതിരുന്ന സമയത്തും കൃത്യമായിട്ട് പ്രവചിച്ച VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി മലപ്പുറത്ത് നിന്ന് വിജയിക്കും എന്ന് മുന്നേ പ്രഖ്യാപനം നടത്തി പൊതുയോഗത്തിൽ ആ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുത്ത VD സതീശൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ പുലർന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു VD സതീശൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ തലമുറയൊക്കെ ആഗ്രഹിക്കുന്നത് VD സതീശനെ പോലെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ മാറ്റങ്ങൾ കേരളത്തിനകത്തുണ്ടാകും. അതുണ്ടാക്കാൻ സാധിക്കുന്ന ആളാണ്, അതുണ്ടാക്കാൻ സാധിക്കുന്ന ആൾ തന്നെയാണ് VD സതീശൻ. കൃത്യമായ വീക്ഷണം, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി പല ഓൺലൈൻ പോർട്ടലുകൾക്കും ചാനലുകൾക്കും ഒക്കെ കൊടുത്ത മറുപടികളുണ്ട്. എങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് നിറക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന് അതിലൊക്കെ വ്യക്തമായ ധാരണകളുണ്ട്. പിന്നെ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്പം കൂടി മിടുക്കനാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. വികസന രംഗത്ത് കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അടുത്ത തലമുറക്ക് കൂടി ഉപകാരമുള്ള പദ്ധതികളാണ്. ഇപ്പോൾ പല പദ്ധതികളും പലരും നിർമ്മിച്ചെടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റാൻഡ് ക്ലിപ്തം തന്നെ നോക്കുക. ആ കെട്ടിടം അവിടേക്ക് പോകുന്ന ഒരാൾക്ക് ഇപ്പോൾ 10-15 വർഷമായിട്ട് അതിലൊരു റൂം പോലും വാടകയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്സ്റ്റെയറിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ അർത്ഥത്തിലേക്ക് പല പദ്ധതികളും ഇവിടെ വേസ്റ്റായി പോകുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, പുതിയ പദ്ധതികൾ വരും. പുതിയ തലമുറ ഹാപ്പിയാകും. കാരണം അദ്ദേഹത്തിന് വലിയ ഫാൻ ബേസ് ഉണ്ടാകും. പിന്നെ ആ ഫാൻ ബേസ്, ഈ തലമുറയെക്കുറിച്ച് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ പുതിയ തലമുറ കുറേ കൂടിയൊക്കെ രാഷ്ട്രീയവാദികളായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു റോൾ മോഡൽ കേരളത്തിൽ പരീക്ഷിക്കപ്പെടും. ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം
കഴിഞ്ഞ കാലം ഇപ്പോൾ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറഞ്ഞാൽ, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞാൽ, പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞാൽ, പിണറായി വളരെ കാർക്കശ്യമുള്ള ഒരു മുഖ്യമന്ത്രി, ചിരിക്കാത്ത വളരെ കാർക്കശ്യ കലുഷനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി വളരെ രസികനായ എന്നാൽ തന്ത്രങ്ങളുടെ ശാസ്ത്രം അറിയുന്ന, വികസനത്തിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന, ഫാസ്റ്റായിട്ട് വികസനങ്ങൾ മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഇതൊക്കെ ഒരു തലമുറയുടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയിൽ ഒരു യുവാവായിട്ടുള്ള, ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നൊരു ലീഡർ എന്നൊരു പരിച്ഛേദം വി ഡി സതീശന് വന്നിട്ടുണ്ട്. പിന്നെ അത് തന്നെ പ്രായമായവരുടെയും പ്രായമൊക്കെയുള്ള ആളുകളുടെ മാത്രം ഭരണം കണ്ട ഒരു തലമുറക്ക് തങ്ങളെ പോലെയുള്ള ഒരാൾ ഭരിക്കുന്നൊരു പ്രതീതിയൊക്കെ കൊണ്ടുവരാൻ കഴിയും. പിന്നെ പാർട്ടിയിൽ ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഇതൊരു വിവാദമായിട്ടുള്ള പരാമർശം പോലും ആയേക്കാം, ആളുകൾ ഇതിനോട് വിയോജിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഈ പാർട്ടിയിൽ അസ്വസ്ഥതകൾ രൂപപ്പെടും. വി ഡി സതീശനാണ് വരുന്നതെങ്കിൽ വലിയൊരു ഗ്രൂപ്പ് അദ്ദേഹത്തിന്, കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെ അതിനൊരു കാരണം, മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് മുഖ്യമന്ത്രി ആവണം എന്ന നിയമം ഉണ്ടോ എന്നുള്ളത്. അതിന് മുൻകാലത്ത് രമേശ് ചെന്നിത്തല ആയിട്ടില്ല. അതോടൊപ്പം തന്നെ 3 ലീഡർമാരിൽ ഒരാളെ വെച്ചിട്ടൊന്നും തെരഞ്ഞെടുപ്പിന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വെച്ചിട്ടൊന്നും ഇപ്പോൾ പ്രതിപക്ഷം പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിച്ചാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതുപോലെ UDF നേരിട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം മറ്റൊരു ഭാഗത്തുണ്ടാക്കും. അതോടൊപ്പം തന്നെ ഈ മുന്നണിയിൽ അസംതൃപ്തി പുകയുമെന്നുള്ള ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പുതുമയൊക്കെ കഴിഞ്ഞാൽ, മന്ത്രിസഭയൊക്കെ രൂപീകരിക്കപ്പെട്ട് ഒരു പുതുമയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു 5-6 മാസമൊക്കെ ഈ സംഗതി ഇങ്ങനെ റണ്ണ് ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ വരും. അതോടൊപ്പം തന്നെ മുന്നണിക്കകത്ത്, കാരണം വി ഡി സതീശൻ വളരെ കാർക്കശ്യക്കാരനാണ്, പിടിവാശിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിടിവാശി മാത്രമല്ല, ഈ നിയമസഭക്കകത്ത് 3 BJPക്കാരുണ്ട്. ആ 3 BJPക്കാരും സമർത്ഥരും കഴിവുള്ള ആളുകളുമാണ്. അവർ സമുന്നതരാണ്. അവരുടെ വോയിസുകൾക്ക് പലപ്പോഴും മാധ്യമങ്ങൾക്കൊക്കെ വലിയ കവറേജ് കൊടുക്കേണ്ടി വരും. പൊതുസമൂഹം അത് ശ്രദ്ധാപൂർവം കേൾക്കും. BJPക്ക് വളർച്ചയുള്ളൊരു കാലഘട്ടമാണ്. അവർ പലതരത്തിൽ അധികാരങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂക്ഷ്മതക്കാരനാകുന്നൊരു വി ഡി സതീശനുണ്ട്. അതിൽ തന്നെ മറ്റ് പല ഘടകകക്ഷികൾക്കും അതുകൊണ്ട് തന്നെ ചില പരിക്കുകളും പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ അസംതൃപ്തി പോവുകയും, പിന്നെ സാമുദായിക സമവാക്യങ്ങൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. വെള്ളാപ്പള്ളി നഖശിഖാന്തം എതിർക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ NSSൻ്റെ സുകുമാരൻ നായർ, അദ്ദേഹവും വി ഡി സതീശനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളാണ്. വി ഡി സതീശനും അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതുള്ള, ആവശ്യത്തിനനുസരിച്ച് കാല് പിടിച്ചാൽ മതി, അതിനപ്പുറത്തേക്കൊന്നും കൊടുക്കേണ്ട എന്നൊക്കെയുള്ള അഭിപ്രായമുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ആളാണ്. സ്വാഭാവികമായിട്ടും സാമുദായിക സമവാക്യങ്ങൾ തെറ്റുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പൾസ് അറിഞ്ഞുകൊണ്ട് ഇടപെടാനും അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. അത് നമ്മൾ എടുത്തു പറയണം. അതുകൊണ്ടാണ് ആരും അറിയാതെ രഹസ്യമായി ക്രിസ്ത്യൻ സഭയുടെ നേതാക്കളെ സ്വകാര്യ വാഹനത്തിൽ പോയി കണ്ട് അവിടെ ഉള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വഴക്കമുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് വിരുദ്ധനൊന്നുമല്ല. പക്ഷേ ചില സമവാക്യങ്ങൾ പുറത്തേക്ക് കാണുന്നതിൽ അദ്ദേഹത്തെ ആ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ പറയുകയാണെങ്കിൽ പ്രതിപക്ഷം അവർ വളരെ അസ്വസ്ഥരായിരിക്കും. വി ഡി സതീശനെ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തലയെ ആക്രമിക്കുന്ന പോലെ ആയിരിക്കില്ല വി ഡി സതീശൻ. കാരണം കൃത്യമായ മറുപടി കിട്ടും. കാരണം മുൻപ് നിയമസഭയിൽ പിണറായിയെ വെള്ളം കുടിപ്പിച്ച് നമുക്കറിയാം. പക്ഷേ അന്ന് അവർ പിടിച്ചു നിന്നത് നിയമസഭക്കകത്ത് പ്രസംഗങ്ങൾ നീട്ടി ദീർഘിക്കുക, മുഖ്യമന്ത്രിയുടെ 1.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നീണ്ട പ്രസംഗം, പിന്നെ വി ഡി സതീശനെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോവുക, അതൊക്കെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ അധികാരമുള്ള വി ഡി സതീശൻ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യയും വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മേൽക്കൈ ഉണ്ടാകും, വലിയ മാറ്റം. ഇങ്ങനെയൊക്കെ 3 ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. താങ്ക് യു.